ഭാസ്കരൻ ഒന്നാണ് അദ്ദേഹത്തിന്റെ കൃതിയിൽ അദ്ദേഹം sin x ന് ഒരു റാഷണൽ അപ്രോക്സിമേഷൻ കൊടുത്തു. അതായത് sin x എന്നുള്ള ഫംഗ്ഷനെ വേറൊരു റാഷണൽ ഫംഗ്ഷൻ എന്താ അർത്ഥം? ഒരു പോളിനോമിയൽ ഡിവൈഡ് ബൈ അനദർ പോളിനോമിയൽ, അത്തരത്തിലുള്ള ഫംഗ്ഷനാണ് റാഷണൽ ഫംഗ്ഷൻ. ഈ സൈൻ ഫംഗ്ഷനെ ഭാസ്കരൻ ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ വെച്ചുകൊണ്ട് അപ്രോക്സിമേറ്റ്. അത് ഇതൊക്കെ എന്താ വെച്ചാൽ ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള പോളിനോമിയൽ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമുണ്ട്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഫോർമുലയാണ് sin a plus b is equal to sin a cos b plus cos a sin b. ഇങ്ങനത്തെ സൈൻ ട്രിഗണോമെട്രിയിലെ പ്രധാനപ്പെട്ട ഫോർമുലകളൊക്കെ ഇന്ത്യയിലെ ഈ പറഞ്ഞ ഗണിതശാസ്ത്രന്മാരെല്ലാവരും അറിയുമായിരുന്നവരൊക്കെ കണ്ടുപിടിച്ചവരൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫോർമുലയാണ് sin a plus b ഇതിന്റെ ഫോർമുല. ഈ ഫോർമുലയെ ഇവരൊക്കെ വിളിച്ചിരുന്നത് ജിയെ പരസ്പര ന്യായം. ഈ പറഞ്ഞ ഫോർമുല ഈ ജിയെ പരസ്പര ന്യായം കണ്ടുപിടിച്ച ആളെന്നുള്ളതാണ് മാധവന്റെ പ്രശസ്തിയായിട്ട് ആക്കുന്നത്. ജിയെ പരസ്പര ന്യായം കണ്ടുപിടിച്ച ആളെന്നാണ് മാധവൻ. മാധവൻ എന്നല്ലേ ജിയെ പരസ്പര ന്യായം ശരിക്കും കണ്ടുപിടിച്ചത് ഹിപ്പാർക്കസ് ആണ്. 1880 മുതൽ 120 വരെ BC ജീവിച്ചിരുന്ന ഹിപ്പാർക്കസ് ആണ് ഈ ഫോർമുല ആദ്യം കണ്ടുപിടിച്ചത്. വേറെ ഒരുപാട് ഇന്ത്യയിൽ പോലും ഈ ഫോർമുല മറ്റു ആര്യഭട്ടനും മാധവന് മുമ്പ് പല ആൾക്കാരും കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവർ കേരളത്തിലെ ആൾക്കാർ വിചാരിച്ചത് ഇത് മാധവൻ, അവർ മറ്റു സുഹൃത്തുക്കൾ പക്ഷേ ശ്രദ്ധിക്കാത്തതുകൊണ്ടായിരിക്കാം മാധവൻ കണ്ടുപിടിച്ചത്. മാധവനെ ഇങ്ങനെ പറയാം ജിയോ പരസ്പര ന്യായം കണ്ടുപിടിച്ചാണ്. ഇത് പരസ്പരം എന്ന് പറയുന്ന കാരണം ഈ കോസും സൈനും അങ്ങോട്ട് കൂടെ മാറുന്നതാണ് പരസ്പരം. മാധവൻ ഒരു സൈൻ ടേബിൾ ഉണ്ടാക്കി. മാധവന്റെ സൈൻ ടേബിളാണ് ഇത്. ദേവനാഗിരി ലിപിയിലാണ്. എനിക്ക് അത്ര പിടിക്കില്ല. ശ്രേഷ്ഠം നാമ വരിഷ്ഠാനം ഹിമാദ്രി വേദഭാവന തപനോ ഭാനു സുക്തജ്ഞോ മധ്യമം വിദ്യുദോഹനം ഇങ്ങനെ പറഞ്ഞു. ഇത് സംസ്കൃതത്തിലുള്ള കുറെ വരികൾ. അപ്പൊ ഇതൊക്കെ എന്താ, ഇതൊക്കെ കടവയാതിയിലുള്ള നമ്പറുകളാണ്. ഇതെല്ലാം നമ്പറുകൾ. ഇത് സൈൻ ടേബിൾ ആണ്, ഒരു ട്രിഗണോമെട്രിക് ടേബിൾ ആണ്. പക്ഷെ ഈ വാല്യൂസ് മാത്രമേ ഇയാളിങ്ങനെ കടവയാതിയിലും പറയട്ടെ. പക്ഷെ മാധവന്റെ നമ്മുടെ ചെറിയൊരു പ്രശ്നമുണ്ട്. മാധവൻ എന്താ ചെയ്തിട്ട് ഒരു ആംഗിളിന്റെ സൈനായിട്ട് വേറൊരു ആംഗിളാണ് കൊടുത്തത്. എനിക്ക് തോന്നുന്നു ഈ സ്പെറിക്കൽ ട്രിഗണോമെട്രിയിൽ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരിക്കും പക്ഷെ ഇങ്ങനെയുള്ള വരാനുള്ള കാരണം. അപ്പൊ അവിടെ കണ്ടില്ലേ, ഇപ്പൊ ഒരു ആംഗിൾ ഉണ്ട്. ഇപ്പൊ ഏതൊരു ആംഗിൾ ഉണ്ട് ഇരിക്കും, ഏതൊരു ആംഗിളിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന് കറസ്പോണ്ടിങ് ഒരു ആർക്ക് ഉണ്ടാവും. എന്താണ് PQ ഒരു ആർക്ക് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്യൂന്ന് ഒരു പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും? QR കിട്ടും. ആ QR അല്ല സൈൻ എന്ന് പറയുന്നത്, അല്ല സൈൻ അർദ്ധ. ഈ QR വലുപ്പമുള്ള വേറൊരു ആർക്ക് കിട്ടാം, PS എന്നുള്ള ആർക്കാണ്. ആ PS ഉള്ള ആർക്കാണ് ഇതിന്റെ സൈനായിട്ട്. ഇങ്ങനെ ഒരു രീതിയിലാണ് മാധവൻ ഈ ടേബിൾ കൊടുക്കുന്നത്. എന്നിട്ട് അതിനെ ഇതൊരു ആർക്കാവും അതിന്റെ വലിപ്പം എങ്ങനെ പറയാം, ഡിഗ്രി, മറ്റേ മിനിറ്റ്, സെക്കൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയാൻ പറ്റും. അങ്ങനെയുള്ള കുറെ നമ്പേഴ്സ് പറയാൻ പറ്റും. ഈ നമ്പേഴ്സ് ഒക്കെ അയാൾ ഉപയോഗിച്ചാൽ കടവയാതി ഉപയോഗിച്ചിട്ട് ഇതുപോലുള്ള ഓർക്കാൻ സുഖമുള്ള ഇതുപോലെ ശ്ലോകങ്ങളാണ്. ശ്ലോകമാക്കി ഓർമ്മിക്കാൻ എന്തിനാണ് അത് ചെയ്തത്? എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഡിങ്കിങ് അറിയില്ല. ഞാൻ ജ്യോതിശാസ്ത്രം നന്നായി പഠിച്ചിട്ടില്ല. ഒരുപക്ഷെ എന്തെങ്കിലും ജ്യോതിശാസ്ത്രപരമായിട്ടോ അല്ലെങ്കിൽ സ്പെറിക്കൽ ട്രിഗണോമെട്രി ആയിട്ടോ എന്തെങ്കിലും ബന്ധം കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഇത് മാധവന്റെ രീതി ഇങ്ങനെയാണ്. പക്ഷെ ഈ നമ്പറുകൾ അദ്ദേഹം പറയുന്നത് കടവയാതി. കടവയാതി വായിക്കാൻ ആയിക്കൊള്ളുന്നില്ല. ഏത് വാല്യൂസ് മറ്റേ പറയാനും നമുക്ക് കടവയാതി ഉപയോഗിക്കാം. അപ്പൊ നമ്മളിപ്പോ നമുക്ക് ഒരു ഏതെങ്കിലും നമ്പർ ഓർമ്മിച്ച് വെക്കണേ, ബാങ്കിൽ അക്കൗണ്ട് നമ്പർ നിങ്ങൾക്ക് ഓർമ്മിച്ച് വെക്കണമെങ്കിൽ അത് കടവയാതി ആയിക്കോട്ടെ. അതിപ്പോ ഏത് വേണമെങ്കിലും കടപ്പ ഈ ഇങ്ങനെ ആക്കാനുള്ള കാരണം വേറെ എന്തെങ്കിലും സംഗതിയാണ് കാരണം ഉണ്ടാവും. ഞാൻ അത്ര അതിനെ പറ്റിയിട്ട് വിശദമായിട്ട് പഠിച്ചു. വാല്യൂ ഏകദേശം കറക്റ്റാണ്. എറർ എത്ര 0.00000 എന്താ വളരെ നേരാണ്. അതിനെ ടേബിൾസ് നിങ്ങൾക്ക് എത്ര വലിയ നിർബന്ധമുണ്ടെങ്കിൽ വിക്കിപീഡിയയില് ഇതിനെ പറ്റി നോക്കിയാൽ മതി. മാധവന്റെ സൈൻ ടേബിളിനെ പറ്റിയും അതിന്റെ ശരിക്കും മാധവന്റെ വാല്യൂ ആക്ച്വൽ വാല്യൂ ഡിഫറൻസ് അതിന്റെ എറർ ടേബിൾ ആയിരിക്കും വിക്കിപീഡിയ നോക്കാം. അപ്പൊ പിന്നെ ഈ സൈന്റെ വാല്യൂസ് നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുന്നതിന് പരമായിട്ട് മാധവൻ എത്തിയത് വേറെ കാര്യം വെച്ചാൽ അദ്ദേഹം സൈനിന് ഒരു പവർ സീരീസ് എക്സ്പാൻഷൻ, ശരിക്കും ഇത് നമ്മുടെ ന്യൂട്ടനൊക്കെ കണ്ടുപിടിച്ചെന്ന് പറയുന്നതാണ് അല്ലെ, ഓരോ ഫംഗ്ഷന്റെയും പവർ സീരീസ് എക്സ്പാൻഷൻ. ഇത് മാധവൻ കോസൈൻ സൈൻ പവർ സീരീസ് എക്സ്പാൻഷൻ അദ്ദേഹം കണ്ടുപിടിച്ചതായിട്ട് ഇതിൽ പറയുന്നത്.
മാധവൻ കണ്ടുപിടിച്ചത് പറയുന്ന അർത്ഥം മാധവന്റെ ശിഷ്യന്മാര് മാധവൻ കണ്ടുപിടിച്ചത് പറയുന്നു മാത്രമേ ഉള്ളൂ. അതിന് മാധവന് നേരിട്ട് ലക്ഷ്യത്തിൽ നമ്മളെ പറയുന്നത്. ഇത് വെച്ചിട്ടാണ് ഈ പവർ സീരീസ് വെച്ചിട്ടാണ് കൂടുതൽ കൃത്യമായിട്ടുള്ള സൈൻറ്റേബിൾസ് ഉണ്ടാക്കുന്നത്. ഇത് ഈ കേരള സ്കൂളിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വർക്കാണ്. ഇതിനെപ്പറ്റി ഞാൻ അധികമൊന്നും പറഞ്ഞിട്ടില്ല. ശരിക്കും ഇത് കൂടുതൽ ഞാൻ ശ്രദ്ധ കൊടുക്കേണ്ടിയിരുന്ന ഒരു സമയമായിരുന്നു. അതിന് സമയമില്ലാത്തവർ ഞാൻ കട്ട് ചെയ്യുന്നത്. അതല്ല, ഈ ഇത്തരം സീരീസൊക്കെ നേരത്തെ കണ്ടുപിടിച്ചെന്നുള്ളത് വളരെ കൺസെപ്റ്റിലായിട്ടുള്ള രണ്ട് പ്രശ്നങ്ങൾ ഇവിടെ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇങ്ങനത്തെ വിഷയങ്ങളെ പറ്റി പൊതുവെ ശാസ്ത്രത്തിന്റെ ചരിത്രത്തെ പറ്റിയൊക്കെ മനസ്സിലാക്കുമ്പോൾ ആൾക്കാർക്ക് പറ്റുന്ന രണ്ട് തെറ്റായ ചിന്താഗതികളിൽ ഒന്നാണ് യൂറോസെൻട്രിസം. ഒരു കാര്യം ശരിയാണ്, വ്യവസായിക വിപ്ലവം, നവോത്ഥാനം ആ കാലം മുതൽക്ക് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശാസ്ത്രീയമായ പല കണ്ടുപിടുത്തങ്ങളും ഉണ്ടായത് യൂറോപ്പിനെ കേന്ദ്രീകരിച്ചിട്ടാണ്. അതിനുശേഷം സയൻസിന്റെ കുത്തക യൂറോപ്യന്മാരും യുണൈറ്റഡ് സ്റ്റേറ്റ്സുകാരും ഒക്കെ. അത് സത്യം, അതൊരു യാഥാർത്ഥ്യം, നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. പക്ഷേ ശാസ്ത്രം മുഴുവൻ ഉണ്ടായത് യൂറോപ്പിലാണ്. അതിന് മറ്റു സ്ഥലങ്ങളിലോ അതിന് മുമ്പൊന്നും കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല എന്നുള്ള രീതിയിൽ ആ രീതിയിൽ ശാസ്ത്രത്തിനെ കാണുന്ന ഒരു പ്രവർത്തനം, ഇതിനാണ് യൂറോസെൻട്രിസം എന്ന് പറയുന്നത്. ഇങ്ങനെ കാര്യങ്ങളെ കാണുന്നത്, അത് ശാസ്ത്ര കാര്യത്തിലാണെങ്കിലും എല്ലാവരുടെ മേഖല കാണുന്ന രീതി ശരിയല്ല. ഇതിനെതിരെ കാര്യമായ എതിർപ്പുകൾ അടുത്ത കാലത്ത് വരുന്നത്. അപ്പൊ അങ്ങനെ ഒരു കാര്യം വരുന്നത്. ഇപ്പൊ ഞാനിപ്പോ പറഞ്ഞതിന്റെ അതിനെയും കൂടി വെളിച്ചത്തിൽ വേണം കാണുന്നത്. ഇതേ അവസരത്തിൽ വേറെ പ്രവണതയുണ്ട്. ശരി, നമ്മുടെ നാട്ടില് വിശേഷം അടുത്ത കാലത്തായിട്ട് വളരെ ശക്തിയായിട്ട് പ്രാപിച്ച വേറെ പ്രവണതയാണ് എല്ലാ അറിവുകളും ഇന്ത്യയിലാണ് ഉണ്ടായത്. എല്ലാ അറിവുകളും കണ്ടേ, എന്താ എന്തൊക്കെയോ സകലം എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ടായിരുന്നതാണ്. അത് ചില രാഷ്ട്രീയ നേതാക്കന്മാരും ചില പണ്ഡിതന്മാരൊക്കെ അത് ഇങ്ങനത്തെ ഒരു പണ്ടുണ്ട്. അത് എല്ലാ അറിവുകളും ഇവിടെ ഉണ്ടായിരുന്നത്, എല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ നിന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ ഇങ്ങനത്തെ രണ്ട് പ്രവണതകളുണ്ട്. ഞാൻ പറയുന്ന ഈ രണ്ട് തെറ്റുകളും നമുക്ക് പറ്റാൻ വേണ്ടിയിട്ട് ഇതിന് രണ്ടിന്റെ ഇടയിലാണ് സത്യം എന്നുള്ളതാണ് സത്യം. ഇത് മനസ്സിലാക്കി, ഇതാണ് ഞാൻ ഇത്രയും ലെക്ചറുകളിലൂടെ ഞാൻ ഊന്നി പറയാൻ ശ്രമിച്ചൊരു കാര്യം, അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ പറഞ്ഞതിന്റെ ഒരു കാഴ്ചപ്പാട്. ഇത് വളരെ പ്രധാനപ്പെട്ട ഇന്നത്തെ, കാരണം രണ്ടോ കൂടെ. അപ്പം ഇന്നത്തെ ഒരു സമകാലീന ഇന്ത്യയിലെ ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായും നമുക്ക് യൂറോസെൻട്രിസത്തിനോട് ഒത്തിരി താല്പര്യം തോന്നാനായിട്ട്, കാരണം അത്ര വലിയ വങ്കത്രങ്ങളാണ് പല പ്രാമാണികരായ ആൾക്കാരും പ്രാമാണികരെന്ന് വെപ്പുള്ള കുറെ ആൾക്കാരും പറഞ്ഞു. അപ്പൊ നമുക്ക് ചിലപ്പോൾ യൂറോസെൻട്രിസത്തിലേക്ക് അങ്ങോട്ട് നിൽക്കാൻ. ഈ പറഞ്ഞ രണ്ട് തെറ്റുകളും വരുത്താതെ ഇരുന്നാൽ മാത്രമേ നമുക്ക് ഇതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് വിശേഷം ഈ മേഖലയിൽ ഒരുപാട് പ്രശ്നങ്ങൾ രണ്ട് തെറ്റായ ചിന്താഗതിക്കാരും ഉണ്ടാക്കുന്നുണ്ട്. അതാണ് ഇവിടെ കാര്യങ്ങൾ കുറെ കൂടി ബാലൻസ്ഡ് ആയ രീതിയിൽ കാണാനുള്ള ഒരു ശ്രമം ഞാൻ. പിന്നെ വേറെ പ്രശ്നപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഒരുപാട് കാലം മുമ്പ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്തു. പിന്നെ 200-300 കൊല്ലങ്ങൾക്ക് ശേഷം യൂറോപ്പിൽ കണ്ടുപിടിച്ചു. ഇതിനെ പറ്റിയിട്ടുള്ള ഒരു ചിന്താഗതി പറഞ്ഞു വെച്ചാൽ, അങ്ങനെയാണെങ്കിൽ ഇത് കേരളത്തിൽ നിന്ന് പോയിട്ടുള്ളതായിരിക്കാം. കേരളത്തിൽ ഇവരൊക്കെ ഉണ്ടാക്കി വെച്ച എന്താ പറയാ കാൽക്കുലസിന്റെ തുടക്കം ഉണ്ടല്ലോ, ഗ്രിഗറി സീരീസും അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇവരുണ്ടാക്കിയല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം, ഈ യൂറോപ്പിലെ ആൾക്കാരൊക്കെ ഇത് കണ്ടുപിടിച്ചത് എങ്ങനെയായിരിക്കും, ഇവിടുന്ന് ഇതെല്ലാം അടിച്ചു മാറ്റിയത്, അല്ലെങ്കിൽ ഇവിടുന്ന് ആരെങ്കിലും കണ്ടുപിടിക്കുന്നത് അത് കണ്ടുപിടിക്കും. അങ്ങനെയാണെങ്കിൽ എന്റെ പ്രതികളെ കൊണ്ടുപോയ വഴിയൊക്കെ കണ്ടുപിടിക്കണം. അപ്പൊ അതിന് വേണ്ടി വേഷം ചെയ്യണം എന്ന് പറഞ്ഞു. ഇങ്ങനെ കാര്യമായി പ്രവർത്തിച്ച ഒരാളാണ് നമ്മുടെ ജോർജ് ഗിവർഗീസ് ജോസഫ് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ കുറെ ആൾക്കാരെ കൂട്ടിയിട്ട് ഇങ്ങനത്തെ വലിയ ഒരു യൂറോസെൻട്രിസത്തിനെതിരായിട്ടുള്ള അദ്ദേഹത്തിന്റെ പുസ്തകം വളരെ നല്ല കാര്യം. അത് നമ്മൾ പോസിറ്റീവായിട്ട് കാണേണ്ട കാര്യം തന്നെയാണ്. ആ കാര്യത്തിൽ അദ്ദേഹത്തിനോട് 100% യോജിക്കുമാണ്. പക്ഷെ ഇവിടുന്ന് കൊണ്ടുപോയതാണെന്നുള്ള കാര്യത്തിനെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ കൂട്ടുകാരും കുറെ ആൾക്കാരും കൂടി ഒരുപാട് ശ്രമങ്ങൾ നടത്തിയെന്ന് പറഞ്ഞു. പക്ഷെ ഇതുവരെ അവർക്ക് എന്തെങ്കിലും കൃത്യമായിട്ട് തെളിവ്, കുറെ ഊഹാഭാവങ്ങളൊക്കെ ഉണ്ടാക്കാന്നല്ലാതെ കൃത്യമായിട്ട് ഇങ്ങനെ ഇവിടുന്ന് അങ്ങോട്ട് കാര്യങ്ങൾ പോയതാണെന്നുള്ള ഒരു തെളിവ് ഇതുവരെ അവർക്ക് ഹാജരാക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഇതൊക്കെ ഒരു ചുമ്മാ ഒരു പോലെ നോക്കും. പക്ഷേ ഇവിടുന്ന് ഇപ്പൊ കൊണ്ടുപോവാണെങ്കിൽ സംസ്കൃത മാനസ്ക്രിപ്റ്റ് ആയി സാധനം അവിടെ എത്തിയിട്ട് ഈ സാധനം നമുക്കെന്നെ കിട്ടി കഴിഞ്ഞാൽ മനസ്സിലാവില്ല. പിന്നെ ഇവിടെയുള്ള പ്രശ്നം അറിയാം, ഈ പറഞ്ഞ അറിവുകളൊക്കെ വളരെ കുറച്ച് ഫാമിലിയുടെ ഉള്ളിൽ മാത്രമാണ്. ഇവിടെയുള്ള ആൾക്കാരെ എനിക്ക് സംഗതി അറിയാം. പിന്നല്ലേ അവിടെ കിടക്കുന്ന സാഹചര്യം കിട്ടിയിട്ട് മാത്രം ഇതൊക്കെ പറഞ്ഞു. നിത്യഭാഷ മലയാളത്തിൽ കിട്ടുക, ഇത് കേരളത്തിലെ പുറത്തുള്ള ആൾക്കാർക്ക് ഇത് വായിക്കാൻ ഭയങ്കര
ഈ സംസ്കൃത രീതികളുടെ മാത്രമല്ല, ഈ സംസ്കൃത രീതികളുടെ പ്രശ്നം സംസ്കൃതത്തിന്റെ പ്രശ്നം മാത്രമല്ല, ഈ കൃതികളിൽ കാര്യങ്ങളൊക്കെ പറയുന്ന രീതിയിൽ വ്യാസേ വായു നിഹത എന്നുള്ളത് ഇപ്പം സംസ്കൃതം ഒരാൾ പഠിച്ചു തീർക്കാൻ എന്നായിരിക്കുമല്ലോ മനസ്സിലാവും. മാത്രമല്ല ഈ ഇതിനേക്കാളൊക്കെ വലിയൊരു മഹത്തര അതൊന്നല്ല, അതായത് സിമിലർ ആയിട്ടുള്ള ഒരേ കാര്യം തന്നെ ഈ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ വ്യത്യസ്ത സമയത്ത് കണ്ടുപിടിക്കുക എന്നുള്ളത് ഗണിതശാസ്ത്ര ചരിത്രത്തിൽ ഇഷ്ടംപോലെ സംഭവിക്കുന്ന ഒരു കാര്യമല്ലേ. അതിലൊക്കെ ഇവിടുന്ന് അങ്ങോട്ട് പോയതാണോ അവിടുന്ന് ഇങ്ങോട്ട് പോയതാണെന്ന് ചോദിക്കുന്നതിലെ അർത്ഥല്ലേ പലപ്പോഴും സംഭവിക്കാത്തതാണ്. ഈ മനുഷ്യരെ എല്ലാവരുടെയും ഈ തലച്ചോറിന്റെ സ്ട്രക്ചർ ഉണ്ടല്ലോ ഏകദേശം ഒരേപോലെയാണ്. നമ്മുടെയൊക്കെ ജീവിത പ്രശ്നങ്ങൾ ഏകദേശം ഒരേപോലെ തന്നെയാണ്. അപ്പോ നമ്മൾ ഗണിതശാസ്ത്രത്തിലെ ഏകദേശം സിമിലർ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഒരേ സമയത്ത് രണ്ടുപേര് ഇൻഡിപെൻഡന്റ് ആയിട്ട് കണ്ടുപിടിക്കുന്ന ഒരു അനുഭവമില്ല. ഇതൊക്കെ സാധാരണ നടക്കും. അങ്ങനെ കൃത്യമായിട്ട് ഒരു ട്രാൻസ്മിഷൻസും സാധാരണയാണ്. ഒരു സ്ഥലത്ത് വേറെ സ്ഥലത്തേക്ക് വിവരങ്ങൾ ട്രാൻസ്മിറ്റ് ചെയ്ത് പോകുന്നത് ഞാൻ തന്നെ അങ്ങനത്തെ ധാരണ ചെയ്തൊക്കെ പറഞ്ഞു. അങ്ങനെ ചെയ്യുന്നത് സൗകര്യം. പക്ഷെ അങ്ങനെ ട്രാൻസ്മിഷൻ എടുത്ത് പറയുന്നതുകൊണ്ട് അതിനുള്ള തെളിവുകളോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതല്ലാതെ ഇവിടെ ഇതെല്ലാം നേരത്തെ കണ്ടുപിടിച്ചു ഇവിടുന്നായിരിക്കും ഇതെല്ലാം അടിച്ചു മാറ്റിയതായിരിക്കും മറ്റവരെന്ന് പറയുന്നതിൽ വിശേഷ തെളിവില്ലാതെ പറഞ്ഞാൽ യാതൊരു അങ്ങനത്തെ വ്യക്തമായ തെളിവുകൾ ഹാജരാക്കുകയാണെങ്കിൽ തന്നെ. സായിപ്പ് എവിടെ പോയത് ആദ്യം ഡിക്ഷണറി ഉണ്ടാക്കാൻ ചെയ്യണം. ആദ്യം കപ്പലിറങ്ങി കുറച്ച് കഴിഞ്ഞാൽ ഡിക്ഷണറി അതൊക്കെ അവരുണ്ടാക്കിയത് എന്താ പറയാ, അവരുടെ അജണ്ടകൾ ഫലപ്രദമായി നടത്താൻ ക്രിസ്തു മതപ്രചാരണം, കച്ചവടം തുടങ്ങിയ കാര്യങ്ങൾ കൂടുതൽ നന്നായി നടത്തണമെങ്കിൽ അവർ ഈ രാജ്യത്തെ പറ്റി പഠിക്കാൻ വേണ്ടി ശ്രമിച്ചില്ല എന്ന് പറയാം. അതിന്റെ ഇടയിൽ ഇവിടുത്തെ പല കാര്യങ്ങളെ പറ്റി അവർ മനസ്സിലായിരുന്നു. പക്ഷെ ഇങ്ങനെ മാത്രമേ ഈ ന്യൂട്ടനും ലിബിസിനും ഒക്കെ ഇത് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത്, ഗ്രീറിക്കൊക്കെ എങ്ങനെ ചെയ്യാൻ പറ്റുള്ളത് വളരെ കാരണം ഇതൊക്കെ ഇൻഡിപെൻഡന്റ് ആണ്. ഇപ്പൊ യൂറോപ്പിൽ തന്നെ ഒരു സ്ഥലത്ത് നടന്ന കാര്യങ്ങൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് തൊട്ടാക്കിയപ്പോഴത്തെ അങ്ങനെയൊക്കെ നടക്കുന്ന സാധാരണ ഇതൊന്നും അത്ര വലിയ അത്ഭുതകരമായ കാര്യം. ഇങ്ങനെ ഒരു കാര്യം ആൾക്കാർ ബഹളം ഉണ്ടാക്കുന്നുണ്ട്. മാത്രമല്ല ഈ പറഞ്ഞ എല്ലാ അറിവുകളും നമ്മുടെ രാജ്യത്താണ് ഉണ്ടായത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് പോയതെന്നുള്ള ഫിലോസഫിക്കാർക്ക് ഇത് വളരെ ഇഷ്ടപ്പെടുകയില്ല. അങ്ങനെ ഈ അറിവൊന്നും അങ്ങനെ നമ്മൾ ചിന്തിക്കുന്ന ഒരു സ്ഥലത്ത് മാത്രമുള്ള കാര്യമില്ല. മാത്രമല്ല അറിവ് എന്തതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കഴിയും. ഇന്ത്യയിൽ നിന്ന് അറിവുകൾ പുറത്തു പോയിട്ടുണ്ട്, ഇന്ത്യയിലേക്ക് ഇങ്ങോട്ട് അറിവുകൾ വന്നിട്ടുണ്ട്, വന്ന അറിവുകൾ ഇന്ത്യയിൽ പോഷിപ്പിച്ചിട്ട് ഇതൊക്കെ സാധാരണ പറ്റുന്നുണ്ട്. ഇതൊന്നും ഇല്ല. നമ്മളിങ്ങനെ ആവശ്യമില്ലാതെ ഈ നാഷണലിസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഉണ്ടല്ലോ ഈ വ്യത്യസ്ത രാജ്യങ്ങളും ഭാഷകളും ആയിട്ടുള്ള വേർതിരിവൊക്കെ ഇതൊക്കെ നമ്മുടെ മനുഷ്യന്മാരുണ്ടാക്കുന്നത്. അതിലൊന്നും യാതൊരു അർത്ഥമില്ല. ഈ ഭൂമിയുടെ ഈ എന്താ പറയാ അതിരടയാളങ്ങളൊക്കെ നിരന്തരം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. 50 കൊല്ലം മുമ്പത്തെ എന്താ പറയാ മാപ്പല്ല എടുത്തത്. ഇനി ഒരു 50 കൊല്ലം കഴിഞ്ഞാൽ പക്ഷേ ഈ മാപ്പായിട്ട് കൊണ്ടില്ല. നമ്മുടെ ഇപ്പുറത്തായിരുന്നു ചിലപ്പോൾ അപ്പുറത്തായിട്ടില്ല. ഇനി ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഇതേപ്പറ്റി ആവശ്യമില്ലാതെ നമ്മൾ അറ്റ്ലീസ്റ്റ് മാത്തമാറ്റിക്സുകാർ എങ്ങനെയാലും ബേജാറാവുന്നില്ല. ഇതാണ് എനിക്ക് ഇതിനെ പറ്റി പറയുന്നത്. പിന്നെ വേറെ കാര്യം ഈ ആൾക്കാരുടെ വേറെ പ്രവണതയുണ്ട്. നമ്മുടെ മോശക്കാരാണ്, സാഹിബന്മാർ വളരെ ഗംഭീരമുള്ളൂ, നമുക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും പ്രധാനപ്പെട്ട എല്ലാ സിദ്ധാന്തങ്ങളും എന്താണ് സാഹിബിന്റെ. അപ്പൊ സാഹിബന്മാർക്ക് മാത്രമേ ചെയ്യാൻ പറ്റില്ല, നമുക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല, നമ്മൾ മോശക്കാരാണെന്നുള്ള ഒരു ഫീലിംഗ് നമ്മുടെ നാട്ടിൽ കുറെ ആൾക്കാരുണ്ട്. അങ്ങനത്തെ ഒരു ഫീലിംഗ് നമ്മുടെ കൊളോണിയലായിട്ടുള്ള ബ്രിട്ടീഷുകാരുടെ ഭരണം നമ്മുടെ ഇടയിൽ വളർത്തിയിട്ടുണ്ട്. അതിന് പുറത്തേക്ക് പറയാൻ കുറച്ച് വിഷമമാണ്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അങ്ങനെയൊന്നല്ല. നമ്മുടെ നാട്ടുകാർ, നമ്മുടെ തിരൂർക്കാരും ആലത്തിയൂർക്കാരും ഒക്കെ മോശക്കാരെന്നല്ല, ഇരിക്കാലക്കാരൊന്നും മോശമല്ല. നമുക്കും വളരെ ഉന്നതമായ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ധൈര്യം നമുക്ക് ഉണ്ടാവുന്നത് നല്ലൊരു കാര്യമാണ്. പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല. ഉപ്പാപ്പയ്ക്ക് ഒരു ആന ഉണ്ടായിരുന്നു പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. നമുക്ക് ഇന്ന് രസം മേടിക്കണമെങ്കിൽ കാശ് നമ്മളേക്കാണ്. ഉപ്പാപ്പയ്ക്ക് ആന ഉണ്ടായതുകൊണ്ട് നമുക്ക് രസം കിട്ടില്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഇന്നത്തെ ഗണിതശാസ്ത്രത്തിന്റെ സ്ഥിതി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ്. അത് അത്ര വലിയ ഗംഭീരമല്ല എന്നുള്ളതാണ് എന്റെ നമ്മുടെ ഒരുപാട് നമ്മുടെ കേരളത്തിലെ ഗണിതശാസ്ത്രത്തിൽ അത്ര വലിയ അഭിമാനകരമായ സ്ഥിതികളൊന്നുമല്ല. അപ്പം ഇനി ചെറുപ്പക്കാരായ തലമുറ ഇതിനെ കൂടുതൽ നന്നായി വരണം. അല്ലാതെ ഈ പറഞ്ഞ ഇന്ത്യപ്പാപ്പയ്ക്ക് ആനുണ്ടായിരുന്നു പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ആ കാര്യത്തിന്റെ ആവേശം കൊണ്ട് നിങ്ങൾ കൂടുതൽ മാത്തമാറ്റിക്സ് പഠിക്കുകയും മാത്തമാറ്റിക്സ് ഡെവലപ്മെന്റ് നടത്തുകയും ചെയ്ത് അങ്ങനത്തെ കേരളത്തിന് ഒരു നല്ലൊരു പാരമ്പര്യം ഇനിയും സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിക്കാതെ ഇതൊന്നും പറഞ്ഞാൽ നമുക്ക് യാതൊരു കാര്യമില്ല. പാരമ്പര്യത്തിനെ പറ്റിയുള്ള ഇങ്ങനത്തെ പ്രഘോഷങ്ങളൊക്കെ വളരെ വൃത്തികേടാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ലെക്ചർ സീരീസില് വളരെ കഷ്ടപ്പെട്ട് ഒഴിവ് ദിവസങ്ങളിലൊക്കെ വന്ന് ഈ എന്റെ എല്ലാ 7 ലെക്ചറും കേട്ട അത്രയും ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ അവിടെ ക്ലാസ് 2 പേര് അല്ലേ, ഒന്നുമില്ല. പിന്നെ രണ്ടുപേര് എന്റെ പിന്നെ ഷിഫ്ന എല്ലാ ഷിഫ്നിന്റെ സ്റ്റുഡൻ്റാണ്. വേറെ എല്ലാ ലെക്ചർ കേട്ടിട്ടുള്ളത് എനിക്കറിയില്ല. 6 കേട്ടവര് വേറെ കുറെ
ഇവരൊക്കെ വളരെയധികം ഇനി ഒരുപാട് ലെക്ചർ കേൾക്കാതെ വന്ന ഒരുപാട് ആൾക്കാർ എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ഈ ലെക്ചർ സീരീസിനെ പറ്റി കേട്ടിട്ട് ഇത് റെക്കോർഡ് ചെയ്യണം, വീഡിയോ ചെയ്യണം, ഓഡിയോ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആൾക്കാർ എനിക്ക് വാട്സാപ്പിലൂടെ അല്ലാതെ അറിയിച്ചിട്ടുണ്ട്. അപ്പൊ ഇവരുടെ എല്ലാവരുടെയും പ്രോത്സാഹനം എന്നെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ ആൾക്കാർക്കും ഞാൻ നന്ദി പറയുന്നുണ്ട്. മാത്രമല്ല എന്നെ ഇതൊക്കെ പഠിപ്പിച്ചത് പല ആൾക്കാരാണ്. പലതരത്തിൽ ചിലരുടെ കാര്യക്കും ആൾക്കാരുടെ പേര് പറഞ്ഞു, ചില ആൾക്കാരുടെ പേര് പറഞ്ഞില്ല. ഇങ്ങനെ ഒരുപാട് ആൾക്കാരുടെ സഹായം കൊണ്ടാണ് ഇതിനെപ്പറ്റി മനസ്സിലാക്കാൻ പറ്റിയത്. എനിക്ക് ആഗ്രഹമല്ലേ ഉള്ളൂ. ഇത്രയും സമയത്ത് ഇങ്ങനെയുള്ള ഇതിനെ പറ്റി എനിക്ക് അറിയുന്ന ചില കാര്യങ്ങൾ ഇതുപോലെ റെക്കോർഡ് ചെയ്യാൻ പറ്റിയത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. എല്ലാവർക്കും നന്ദി പറയുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെപ്പറ്റി ചോദിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ പറയാണെങ്കിലും. എൻ്റെ പേര് അഭിനന്ദനാണ്. ഞാൻ വാത്സല്യനാണ് വരുന്നത്. ശിവപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ +2 പഠിക്കും. എനിക്ക് ആദ്യത്തെ 2 ലെക്ചർ മിസ്സായി പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പം ആലോചിച്ചത് അത് ഒരു വലിയ നഷ്ടമായിട്ടാണ് കാണുന്നത്. നമുക്കറിയാം, ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മാത്സ് പഠിക്കുന്ന ആളുകൾക്ക് ഹിസ്റ്ററി പഠിക്കാൻ താല്പര്യം ഉണ്ടാവില്ല, ഹിസ്റ്ററി പഠിക്കുന്ന ആൾക്കാർക്ക് മാത്സിനോട് തീരെ താല്പര്യം ഉണ്ടാവില്ല. പക്ഷെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ മാത്തമാറ്റിക്സിന്റെ ഹിസ്റ്ററിയാണ്. അതൊരു ഡിഫറൻ്റ് ആയ ഒരു ടോപ്പിക് തന്നെയാണ്. പിന്നെ സാർ എടുത്തത് വളരെ നല്ല രീതിയിലാണ് സാർ എല്ലാ ക്ലാസ്സും എടുത്തത്. എനിക്ക് തോന്നുന്നു ഇന്നത്തേക്കാൾ കുറച്ചുകൂടി നല്ലത് കഴിഞ്ഞ ലെക്ചർ, തൊട്ട് മുമ്പുള്ള ലെക്ചറായിരുന്നു. പിന്നെ കുറെ കാലത്തിന്റെ ഗ്യാപ്പ് വന്നു. ഈ കഴിഞ്ഞ ലെക്ചർ കഴിഞ്ഞിട്ട് കുറെ കാലം നമുക്കറിയാം May 30 തീരേണ്ടതായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് വളരെ നല്ലൊരു ലെക്ചർ സീരീസ്, ഒരു വളരെ നല്ല ഇത് റെക്കോർഡ് ചെയ്ത് വെക്കേണ്ടതെന്നാണെന്നാണ് ഞാൻ പറയുന്നത്. കാരണം കുറെ കാലങ്ങൾക്ക് ശേഷം നമുക്ക് നമ്മുടെ മാത്തമാറ്റിക്സിൽ എന്തൊക്കെയാണ് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നൊക്കെ കുറച്ചുകൂടി നല്ല രീതിയിൽ എന്തൊക്കെയാണ് മാത്തമാറ്റിക്സിൽ ഉണ്ടാകുന്ന വളർച്ച, എങ്ങനെയാണ് അത് ഉണ്ടായിട്ടുള്ളത്, അതിൻ്റെ ഒരു മെത്തേഡ് എങ്ങനെയാണ്, അങ്ങനെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. നല്ല ഒരു കഴിഞ്ഞ ലെക്ചറിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി മാത്തമാറ്റിക്കൽ കണ്ടന്റ് കുറച്ച് കൂടുതലായിട്ടുണ്ടായിരുന്നു. സൈനിന്റെ ഒരു വാല്യൂ കണ്ടുപിടിച്ചത്, പിന്നെ അതിന്റെ അന്ത്യസംസ്കാരം, ആ രീതിയിൽ കുറച്ച് നല്ല കൂടുതൽ മാത്തമാറ്റിക്സ് അപ്രോച്ച്, കേരളത്തിൽ മാധവനിലേക്ക് കൂടുതൽ മാത്തമാറ്റിക്കൽ അപ്രോച്ചും നീലകണ്ഠ സോമയാജിയിലൊക്കെ ആ രീതിയിൽ കുറെ കാര്യങ്ങൾ കഴിഞ്ഞ ലെക്ചറുകളിൽ ഉണ്ടായിരുന്നു. സാറിന് ഇങ്ങനെ ലെക്ചർ സീരീസ് തുടർന്ന് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ കുറച്ചുകൂടി മോഡേൺ ഇന്ത്യയിലൊക്കെ വന്ന മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള ഇംപ്രൂവ്മെന്റ്സ്, പിന്നെ കുറച്ചുകൂടി ഇന്ത്യ ലെവലിൽ നിന്ന് മാറി കുറച്ച് വേൾഡ് ലെവലിൽ വന്ന കാര്യങ്ങൾ, ഇനി കുറച്ച് മുന്നോട്ട് ഫ്യൂച്ചറിൽ എന്തൊക്കെയാണ് വരാൻ പോകുന്നത്, ആ രീതിയിലേക്ക് കൂടി സാർ ഇത് തുടർന്ന് കൊണ്ടുപോകണമെന്നാണ് ഞാൻ പറയുന്നത്. എൻ്റെ എല്ലാവിധ നന്ദിയും അറിയുന്നു. ഞാൻ മലയാള സർവകലാശാലയിലെ CH ഡിപ്പാർട്ട്മെന്റിൽ ഞാൻ അവിടെ ഗവേഷകയാണ്. ഇവിടെ കാലിക്കറ്റായിരുന്നു. ഈ മാത്സ് ഡിപ്പാർട്ട്മെന്റായിട്ടുള്ള എനിക്കുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ രാമേന്ദ്രൻ മാഷെ ഞാൻ ഇടയ്ക്ക് കാണാൻ വരുന്നുണ്ടായിരുന്നു. ഞാൻ ഗവേഷണം ചെയ്യുന്നത് യുക്തിഭാഷ, അതുകൊണ്ടാണ് ഞാൻ ഈ സീരീസിൽ പങ്കെടുക്കാൻ താല്പര്യപ്പെടുന്നത്. ഗവേഷണം ചെയ്യാൻ യുക്തിഭാഷ സമീപിക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ മാത്സ് വശം താല്പര്യമുള്ള ആളുകൾക്കൊന്നും ഇതിന്റെ സാമൂഹിക സാമ്പത്തിക വശങ്ങളോട് താല്പര്യം ഉണ്ടാവില്ല. അപ്പം പലതരത്തിൽ വഴിതിരിച്ച് കളയും. ഗവേഷണത്തിന് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഈ ഭാഗം തീരെ ശരിയാവില്ല എന്ന് ഒറ്റയടിക്ക് പറഞ്ഞു കളയും. അപ്പം വളരെ റിസോഴ്സ് പേഴ്സൺസ് ആയിട്ടുള്ള ആളുകൾ തന്നെ എന്നെ പലതരത്തിൽ ഇങ്ങനെ ഗവേഷണപരമായ രീതിയിൽ എൻ്റെ വഴിയിൽ വളരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ രാമേന്ദ്ര മാഷിന്റെ സീരീസ് അത് മാത്രമല്ല, മാഷോട് മുമ്പ് സംസാരിക്കുമ്പോൾ ഒക്കെ എനിക്കുണ്ടാകുന്ന ഒരു പോസിറ്റീവ് വൈബ് വളരെയധികം എടുത്തു പറയേണ്ട കാര്യമാണ്. കാരണം മാഷ് മാത്തമാറ്റീഷ്യൻ എന്നുള്ള രീതിയിലും അതോടൊപ്പം തന്നെ കേരളത്തിന്റെ കോണ്ടക്സ്റ്റുകൾ അറിയുന്ന ഒരാളെന്ന നിലയിലും ഈ തരുന്ന ഒരു വഴിതെറ്റക്കൽ പ്രസ്ഥാനം ഉണ്ടാവണില്ല. കാരണം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും, അതല്ലെങ്കിൽ നമുക്ക് എതിർപ്പുള്ള ഭാഗങ്ങളെ പറ്റി സംസാരിക്കാൻ സാധിക്കും എന്നുള്ളത് വളരെ പോസിറ്റീവാണ്. ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ മാഷ് ഇപ്പൊ റിട്ടയർഡ് ആവുകയാണ് എന്നുള്ളത് ഒരു ഭീഷണി പോലെ ഇങ്ങനെ ഫ്രണ്ടിൽ നിൽക്കുന്നത്. എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഇതേ ഉള്ളൂ, ഈ സീരീസ് മാത്രമല്ല ഇത്തരം ഏരിയയിലേക്ക് മാഷോട് ഞാൻ ചോദിച്ചിരുന്നു, മാഷിന്റെ കീഴിൽ ഈ വിഷയത്തിൽ ആരെങ്കിലും ഗവേഷണം ചെയ്യുന്നുണ്ടോ. അപ്പോൾ നേരത്തെ വെച്ചാൽ നമ്മുടെ സംസ്കൃത ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇത്തരം ചില കാര്യങ്ങൾ നടക്കുന്നത്. വൃദ്ധ ചേച്ചിയെ പോലുള്ള ആളുകൾ ക്രിയാക്രമഗതി എന്നുള്ള പുസ്തകത്തിലാണ് ഗവേഷണം ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെ പഠിക്കുന്ന ആളുണ്ടോ, അപ്പൊ മാഷിന്റെ കീഴിൽ ഇങ്ങനെ ആളുകളുണ്ടോ. അക്കാദമിക് സംഘത്തോട് എനിക്ക് പറയാനുള്ളത്, ഇത്ര റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ, ഇതിനെങ്ങനെയുള്ള ഒരു വിവരമുള്ള ആളുകൾ, ഞാനൊക്കെ ചെയ്യുമ്പോൾ ഭാഷാ പഠനത്തിന്റെ രീതിയിൽ നിന്നുകൊണ്ട് യുക്തിഭാഷനെ നോക്കുകയാണ് ചെയ്യുന്നത്. സാമൂഹ്യശാസ്ത്രപരമായിട്ടുള്ള ഒരു വിശകലനം, കൾച്ചറൽ സ്റ്റഡീസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു വിശകലനമാണ് എനിക്ക് ചെയ്യാൻ സാധിക്കുക. കാരണം എനിക്ക് മാത്തമാറ്റിക് ആയിട്ടുള്ള അങ്ങനെ ഒരു വഴിക്ക് പോകാനുള്ള അറിവില്ല. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള സാധ്യതകളുണ്ട്, നമുക്ക് റിസോഴ്സ് പേഴ്സൺസ് ഉണ്ട്. അപ്പൊ ആ വഴിയും കൂടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് വളരെ, കാരണം അബദ്ധങ്ങളൊക്കെ ഒരുപാട് നിറഞ്ഞ സമൂഹത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ ഏത് തരത്തിലും ഡൈവേർട്ട് ചെയ്യപ്പെടാം. അങ്ങനെയുള്ള അത് ഒഴിവാക്കിയെടുക്കാൻ ഈ ഡിപ്പാർട്ട്മെന്റിലെ കുട്ടികൾക്ക് സാധിക്കും. അപ്പൊ അത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ വളരെ സന്തോഷം ഉണ്ടാവും. കാരണം ഈ ഒരു വിഷയം ഇഷ്ടമുള്ളത് കൊണ്ടാണ് 3 വർഷത്തിന് ശേഷമാണ് ഞാൻ PhD ഇതേ വിഷയത്തിൽ ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പം കഴിവുള്ള ആളുകൾ അങ്ങനെയുള്ള ഒരു മേഖലയിൽ കൂടെ ഒരു പേഴ്സണൽ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഇടപെടണം എന്നുള്ളത് കൂടെ
നിഷ. ഇവിടെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലെ റിസർച്ച് സ്കോളറാണ്. ഞാൻ മാത്തമാറ്റിക്സ് PG കഴിഞ്ഞിട്ട് എഡ്യൂക്കേഷനിലേക്ക് പോയ ഒരാളാണ്. അപ്പോൾ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്നപ്പോൾ എനിക്കൊരു ബാക്ക് ടു ഹോം ഫീലിംഗ് ആണ് ഉണ്ടായത്. കുറെ നാളായിട്ട് നഷ്ടപ്പെട്ട ആ മാത്സിലേക്ക് തിരിച്ചു വന്ന് അതിന് സാറിനോട് പ്രത്യേക നന്ദി പറയാണ്. സാറിന്റെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇത്രയും ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരാളെ ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല. സാറെ പൊക്കി പറയില്ല. കാരണം അത്രയും നമ്മളിപ്പോൾ ഒരു ലെക്ചർ സീരീസ് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ റിസോഴ്സ് പേഴ്സൺ സ്റ്റേജിൽ നമ്മളവിടെ വിട്ടിരിക്കുന്ന അവസ്ഥയിൽ സാറ് ഓരോ നിമിഷവും നമ്മളടുത്ത് ഓരോരുത്തരടുത്തും വന്നിട്ട് ലെക്ചർ സീരീസ് എങ്ങനെ ഉണ്ടായിരുന്നു, നിങ്ങളത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, എനിക്ക് എന്തെങ്കിലും സജഷൻ, അങ്ങനത്തെ ഒരു റിസോഴ്സ് പേഴ്സണെ സത്യത്തിൽ ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. എസ്പെഷ്യലി മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞ ഒരു സബ്ജക്റ്റിൽ. കാരണം സയൻസ് പഠിച്ച ആൾക്കാർ പൊതുവെ ഒരു സീരിയസ് ആയിട്ടുള്ള ആൾക്കാർ അതിൽ നിന്നും ഹിസ്റ്ററിക്ക് ഇത്രയും ഞാൻ അത്ഭുതത്തോടെ നോക്കാം. ഞാനും മാത്സ് MSc വരെ കംപ്ലീറ്റ് ചെയ്ത ഒരാൾ. എങ്ങനെ എനിക്ക് ഈ ഇയേഴ്സും കാര്യങ്ങളൊന്നും ഇപ്പോഴും ഓർത്ത് വയ്ക്കാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ല. സാർ അത് അത്രയ്ക്കും സീക്വൻഷ്യൽ ആയിട്ടുള്ള ഓർഗനൈസ്ഡ് മാനറിലാണ് സാർ അത് എടുത്തു പോയത്. അത്രയും നല്ലൊരു ക്ലാസ് തന്നതിന് സാറിനും ഇത് ഓർഗനൈസ് ചെയ്ത ഡിപ്പാർട്ട്മെന്റിനും താങ്ക്സ് പറഞ്ഞു. അതുപോലെ നല്ലൊരു ഗ്രൂപ്പിനെയും പരിചയപ്പെടാൻ പറ്റി. താങ്ക്സ്. ഇവിടെ കമ്പ്യൂട്ടർ സയൻസ് വിഭാഗത്തിലാണ് MSc. ഇവിടെ സാധാരണ ഈ 10A+ കിട്ടിയിട്ട് 9 ആകുമ്പോൾ ബുദ്ധിമുട്ടുന്ന ആളുകൾ ഉണ്ടാവില്ല. അതുപോലെയാണ് 7 ലെക്ചർ സീരീസ് കഴിഞ്ഞ് 6 മാത്രം പങ്കെടുക്കുമ്പോൾ എനിക്ക് തോന്നുന്നു. പക്ഷേ ഈ കോപ്പി ചെയ്ത് കിട്ടുന്ന വീഡിയോകളിൽ നഷ്ടപ്പെടുന്ന ഒരു സംഗതിയുണ്ട്. അതാണ് ഇപ്പൊ അഗ്രഹത്തിനെ പരിചയപ്പെട്ടു, ഇതുപോലെ പലരെയും പരിചയപ്പെടാൻ പറ്റും. ഇങ്ങനെ നേരിട്ട് പങ്കെടുക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ട്, അതിനുള്ള പ്രത്യേകതകളുണ്ട്. അപ്പൊ അതൊക്കെ അത് ഇത്തരം ഒരു ലെക്ചർ സീരീസ് വരുമ്പോഴേ നടക്കുള്ളൂ. അത് പോപ്പുലർ ലെക്ചർ സീരീസ് എന്ന് പറയുമ്പോൾ പോപ്പുലർ എന്നുള്ള വാക്കിനെ എനിക്ക് ശ്രദ്ധിക്കാൻ താല്പര്യമുണ്ട്. ഒന്ന്, നമുക്ക് വിദേശത്തൊക്കെ ഇങ്ങനെ വളരെ ശാസ്ത്രത്തെയും അല്ലെങ്കിൽ അവരുടെ കണ്ടെത്തലുകളെയൊക്കെ പോപ്പുലറൈസ് ചെയ്യുന്ന ഒരു പ്രവണതയുണ്ട്. അതിനെ പറ്റിയ ആളുകൾ കാൾ സാഗൻ ഉണ്ട്, അതുപോലെ ജോർജ് കാമു ഉണ്ടായിരുന്നു, ഇങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ട്. അതേസമയം നമുക്ക് ഇവിടെ അത്തരത്തിലുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. സാംസ്കാരിക വർഷത്തിന്റെ ഭാഗമായിട്ടൊക്കെ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ പോലും അവിടെ ഈ പോപ്പ് രംഗത്തിന്റെ, അതായത് സാഹിത്യത്തിന്റെയും സിനിമയുടെ ഒക്കെ ഭാഗമായി ശാസ്ത്രവും കാര്യങ്ങളൊക്കെ വരുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോ പല കൃതികളിലും സയൻസ് ഫിക്ഷൻ ഒക്കെ വരുമ്പോൾ അങ്ങനെ വരുന്നത് കാണുന്നുണ്ട്. അത് ചിലപ്പോഴൊക്കെ അതിരുവിട്ട രീതിയിലേക്ക് പോകുന്നുണ്ട്. ഡാൻ ബ്രൗണിന്റെ കൃതികളൊക്കെ അങ്ങനെയാണ്. പലപ്പോഴും ചരിത്രം തോണ്ടിയെടുക്കുമ്പോൾ അതിൽ പലപ്പോഴും വസ്തുതകൾ തെറ്റി പോകുന്നുണ്ട്. ഇവിടെ ഇനി ചരിത്രം തോണ്ടി നമ്മുടെ ചരിത്രം തോണ്ടിയെടുത്ത് അതിൽ നിന്ന് പോപ്പ് നോവലുകളും സിനിമകളും ഒക്കെ വരുമ്പോൾ ബോളിവുഡ് ശൈലിയിലേക്ക് മാറുകയാണല്ലോ ഇവിടുത്തെ സിനിമകളൊക്കെ. ഇനി അങ്ങനെ പോപ്പ് രീതിയിലേക്ക് ഇവിടുത്തെ ചരിത്രം തോണ്ടിയെടുക്കൽ മാറുമ്പോൾ നമുക്ക് ഒരുപാട് തെറ്റിദ്ധാരണകൾ നമുക്കിടയിലേക്ക് വരാൻ സാധിക്കും. രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടൊക്കെ തെറ്റിദ്ധാരണകൾ വരുന്നതെന്ന് പറഞ്ഞതുപോലെ മറ്റൊരു തരംഗത്തിന്റെ ഭാഗമായി കൂടി ഇവിടെ തെറ്റിദ്ധാരണകൾ വരാനുണ്ട്. അപ്പോ ആ തെറ്റിദ്ധാരണകൾ വരുന്നതിന് മുമ്പേ തന്നെ ഇതിനെ കൃത്യമായിട്ടുള്ള ഒരു ചരിത്ര പഠനം നമുക്ക് വരേണ്ടതുണ്ട്. ആ ഒരു കൂട്ടത്തിലുള്ള ഒരു ആദ്യത്തെ പ്രവണതകളിൽ ഒന്നായിട്ടാണ് ഞാൻ ഈ ഒരു പ്രഭാഷണ പരമ്പരയെ കാണുന്നത്. അതിന് സാറിനോട് പ്രത്യേകം ഒരു നന്ദി. എൻ്റെ പേര് നരസിംഹൻ എന്നാണ്. ഞാൻ ഗുരുവായൂർ കോളേജിൽ PhD മാത്സ് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ കൂടുതലായിട്ട് സാർ എടുത്തതിനെ പറ്റിയൊന്നും പറയുന്നില്ല. ഇത് എൻ്റെ അച്ഛൻ വായിച്ചിരുന്ന ഒരു ബുക്കാണ്. അപ്പോൾ ഞാനിങ്ങനെ ഒരു ക്ലാസ്സിന് പോകേണ്ടി വന്നപ്പോൾ അച്ഛൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഈ ബുക്കിൻ്റെ ഒരു 307 പേജ് മുതൽ 340 പേജ് വരെ വായിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ബുക്കിൻ്റെ പേര് മുസ്ലിംസിൻ്റെ കാൽപ്പാടുകളിലൂടെയാണ്, ഡോൺ ബോസ്കോ എഴുതിയതാണ്. ഇങ്ങനെ ഒരു ക്ലാസ്, നല്ല ക്ലാസ്സാണ്. ഞാൻ എന്താ വന്നത് വെച്ചാൽ മാത്സ് അല്ലാതെ ഈ സബ്ജക്റ്റിനെ കുറിച്ചല്ലാതെ സബ്ജക്റ്റിനെ കുറിച്ച് എന്തെങ്കിലും അറിയണം എന്നുള്ളൊരു നിലയ്ക്ക് വെച്ചിട്ടാണ് ഞാൻ വന്നത്. അതായത് ഇപ്പോൾ കുട്ടികൾക്കൊക്കെ മാത്സ് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ എക്സ്ട്രാ ഒരു കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ അവർക്ക് ഒരു താല്പര്യം കൂടുതൽ വരിക. അതായത് അങ്ങനെ ഒരു ഇതുണ്ട്. ഇപ്പോൾ ഈ $1 million ക്വസ്റ്റ്യൻസ് ഒക്കെ പറഞ്ഞിട്ട് അതൊക്കെ കേൾക്കുമ്പോഴാണ് ആൾക്കാർക്ക് കുറച്ചുകൂടി മാത്സ് ഇങ്ങനെയൊക്കെ ഉണ്ട്, ഇതുവരെ സോൾവ് ചെയ്യാൻ പറ്റാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ പറയുമ്പോൾ എല്ലാവരും ഉപയോഗിച്ചിട്ടുണ്ട്. അതിന് സാറിന് നന്ദി പറയുന്നു. പിന്നെ യൂണിവേഴ്സിറ്റിക്കും ഇത് ഡിപ്പാർട്ട്മെന്റിന് എല്ലാവർക്കും നന്ദി പറയുന്നു. വളരെ കുറ്റബോധത്തോടെയാണ്. കാരണം ഞാനിവിടെ യൂണിവേഴ്സിറ്റിയിൽ താമസിച്ച് ഇതേ ഡിപ്പാർട്ട്മെന്റിൽ പഠിച്ചു പോയ രാമൻ മാസ്റ്റർ സ്റ്റുഡൻ്റ് ആയിട്ട് ആകെ 2 ലെക്ചർ സീരീസിലാണ് വന്നത് എന്നുള്ളത് വളരെ ഖേദത്തോടെ പറയുകയാണ്. അതിന് യഥാർത്ഥ കാരണം ഞങ്ങൾക്ക് വെക്കേഷൻ ഇയറിൽ ഹയർ സെക്കൻഡറിയിലെ മാത്സ് ടീച്ചറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് 12 ദിവസമായിട്ട് നടന്ന കോഴ്സുകൾ എല്ലാ ബുധനാഴ്ചകളിലാണ്, തിങ്കളാഴ്ച മുതൽ വ്യാഴാഴ്ച വരെയാണ് കോഴ്സായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു ബുധനാഴ്ച പോലും ഞങ്ങൾക്ക് വെക്കേഷനിൽ അവധി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സാറിൻ്റെ ഒരു ലെക്ചർ സീരീസ് 2 ആണ്, ഫസ്റ്റ് 1 പിന്നിപ്പോഴും
ബാക്കിയൊന്നും കേൾക്കാനുള്ള ഭാഗ്യമായിരുന്നു. പക്ഷേ വീഡിയോ ഉണ്ട്, അതുകൊണ്ട് സാറിനോട് ഞാനത് വാങ്ങിച്ച് ഞങ്ങൾ കേൾക്കും. അതുപോലെ എൻ്റെ സുഹൃത്തുക്കൾ ഒരുപാട് പേര് ഇത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഉള്ളത് കൊണ്ട് ഞാനത് കൊടുക്കാം എന്ന് ഏറ്റിട്ടുണ്ട്. അപ്പോൾ സാറിനോട് റിക്വസ്റ്റ് ചെയ്യാണ് എനിക്ക് വേണമെന്നത്. പിന്നെ ഒരു അധ്യാപിക കേട്ട ക്ലാസ്സുകളെ ബേസ് ചെയ്തുകൊണ്ട് ഞാൻ പറയാം, ഹയർ സെക്കൻഡറിയിലെ ഓരോ ചാപ്റ്ററിൻ്റെ ബാക്കിലും ഹിസ്റ്ററി കണക്ട് ചെയ്തുകൊണ്ടാണ് ഓരോ ചാപ്റ്റേഴ്സും ഉള്ളത്. പക്ഷെ ഒരാൾ പോലും അത് ആ തലത്തിൽ പഠിപ്പിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ മാത്സ് ഏറ്റവും വിരസമായിട്ടുള്ള സബ്ജക്റ്റായിട്ട് മാറുമ്പോൾ ഇത്തരത്തിൽ മാത്സിനെ കണക്ട് ചെയ്തിട്ട് പഠിപ്പിക്കുമ്പോൾ അത് കുട്ടികൾക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ ഞാനെപ്പോഴും എൻ്റെ മാത്സ് ക്ലാസ് തുടങ്ങുന്നത് തിരുവനന്തപുരത്ത് ഈ സ്കൂളും, കാരണം ഞാൻ രാമചന്ദ്രൻ മാസ്റ്റർ ഈ ക്ലാസ്സുകൾ പല സ്ഥലങ്ങളിലായിട്ട് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് മാസ്റ്റർ സ്റ്റുഡൻ്റ് എന്നുള്ളൊരു നിലയ്ക്ക് തന്നെ ഞാൻ പലപ്പോഴും തിരിഞ്ഞു വെച്ചിട്ട് ഈ ക്ലാസ് തുടങ്ങാറുള്ളൂ. ആ രീതിയിൽ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് ക്ലാസ് തുടങ്ങാൻ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എനിക്ക് ഒരുപാട് ആസ് എ ടീച്ചർ എനിക്ക് ഒരുപാട് ഗുണം ചെയ്തു എന്നുള്ളത് ഞാൻ സാറിനോട് പറയണം. ഞാൻ ഒരുപാട് നന്ദിയുണ്ട് സാറിനോട്, ഒരുപാട് നന്ദി. നമ്മളോട് ഞാൻ കുറെ കാലമായിട്ട് ഞാൻ മാസ്റ്റർ സ്റ്റുഡൻ്റാണ്. ഇവിടെ ഉണ്ടായിരുന്നു മാസ്റ്ററൊക്കെ ഈസിലി ചെയ്ത ആളാണ്. അപ്പോൾ പലപ്പോഴായിട്ട് പല ഇതിൽ കേൾച്ച ഇത് തന്നെയാണ്. അപ്പോൾ പക്ഷേ തന്നെ ഈ ഇതിന്റെ ബാക്കി അനുഭവങ്ങളുണ്ട്. അതായത് വേറെ പലരും കണ്ടു ചെയ്തു പരിചയം, അത് തന്നെ ആ രീതിയിലുള്ള അനുഭവങ്ങൾ തന്നെ ഇതാണ്. ഞാൻ പറഞ്ഞില്ല എന്റെ അധ്യാപകനാണ്, എന്റെ ഗുരുവാണ്. അപ്പൊ ഞാൻ അത് എന്തെങ്കിലും മഴ പറ്റി ഞാൻ പറയേണ്ട ആവശ്യം ഇല്ല.